കഴിഞ്ഞ ദിവസം കാറിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന റോസാപ്പൂക്കൾ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. കേടായതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ പ്രസവരക്ഷയുടെ അവസാന ഭാഗമായിട്ടുള്ള അരിഷ്ടം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഗീത്തും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കൽ ഗീത്ത് പറയായിരുന്നു, ഹലോ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആണ്. ഇനി അങ്ങനെ പറയേണ്ടി വരും. ഈശ്വര, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ല കേട്ടോ. ഉള്ള പിള്ളേരെ ഞാൻ ഏട്ടൻ്റെ കയ്യിലാക്കിയിട്ട് നമ്മുടെ ബി ബാഗിൽ ഞാനങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. വില കുറവിന് മേടിച്ചിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു 3 സാധനങ്ങളാണ്. 135 രൂപയ്ക്കാണ് ഇത് 3 മേടിച്ചത്. ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ ഇത് അത്യാവശ്യമാണല്ലോ, 4-5 ബോട്ടിൽസ് ഉണ്ടല്ലോ. ഈ ഒരു ബ്രഷ് നമ്മുടെ വായുഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ വേറൊരു ബ്രഷും വരുന്നുണ്ട്. സ്ട്രോ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ ബ്രഷ് വരുന്നുണ്ട്. ഇത് പിന്നെ ഒട്ടും കേടാവത്തില്ല കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ടാഗ് ചെയ്ത് കൊടുക്കുക. വളരെ വില കുറവാണ്. കുട്ടികളുള്ള വീട്ടിൽ മസ്റ്റായിട്ട് ഇത് മേടിച്ചോളൂ. തിരിച്ച് വന്നപ്പോൾ ഉണ്ടാ 3 എണ്ണം ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ അതിലുള്ള ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, വാഷ് ബേസിൻ്റെ സൈഡിലുള്ള പൈപ്പ്, കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഈ ഗ്യാസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അതിനൊക്കെ ശേഷം ഞാനും ഭക്ഷണം കഴിച്ചു, പിള്ളേർക്കും ഭക്ഷണം കൊടുത്തു. പിന്നെ എല്ലാവരും പോയതിന് ശേഷം ഞാനും അമ്മയും മാംഗോ ബാറും ചോക്കോ ബാറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറി എഴുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് 2 ഡയറി മേടിച്ചത്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഇതെൻ്റെ ശരിക്കൊരു മനസ്സായി ഞാൻ കണക്കാക്കുകയാണ്. രണ്ടാമത്തത് നമുക്ക് ജോലിപരമായ കാര്യങ്ങളും അല്ലാതൊക്കെ നമുക്ക് ഈ ഒരു ഡയറി എഴുതാം. ആദ്യം തന്നെ എൻ്റെ മനസ്സ് ആരും തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാർണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡയറി എഴുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവറിത്തിങ് വിൽ ബി ഓക്കെ. അതെ ഗൈസ്, എല്ലാം ശരിയാവല്ലാണ്ട് അവിടെ പോകുന്നത്. രണ്ടാമത്തെ ഈ ഒരു ഡയറി എൻ്റെ യൂട്യൂബ് പരമായിട്ടുള്ള ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ കേട്ടോ. ഇയർലി റിഫ്ലക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇതാരും കാണുന്നതിൽ വിരോധമില്ല കേട്ടോ. ഓരോ മാസത്തെ മന്ത്ലി എക്സ്പെൻസ്, ഡയറ്റ് പ്ലാൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഡയറി എഴുതുന്ന ആൾക്കാർ ഇതിലുണ്ടോ ഗൈസ്?